ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു വാഗണർ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. ഈ വാഗണറിനെ കുറിച്ചുള്ള A to Z വരെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. 1197 cc ഉള്ള പെട്രോൾ മാനുവൽ ഗിയർ ബോക്സുള്ള ZXi പ്ലസ് AGS വാഹനമാണ് ഈ ഒരു വാഗണർ. ഈ വാഹനത്തിന് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 23.5.6 പെർ ലിറ്ററിലാണ്. യൂസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് മൈലേജ് എന്ന് പറയുന്നത് 20.5 കിലോമീറ്ററാണ് പെർ ലിറ്ററിൽ മൈലേജ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AMTയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24.4.3 ആണ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 998 cc ഉള്ള ഒരു ഇഞ്ചനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 24.3.5 ആണ് പെർ ലിറ്ററിൽ. യൂസ് ചെയ്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് 20 കിലോമീറ്ററാണ് പെർ ലിറ്ററിൽ കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25.1.9 ആണ് പറയുന്നത് കേട്ടോ, പെർ ലിറ്ററിലാണ്. അതുപോലെ തന്നെ CNG എന്ന് പറയുന്നതും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. 34.05 ആണ് കേട്ടോ ഇതിന് മൈലേജ്. യൂസ് ചെയ്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് 28.2.5 ആണ് പറയുന്നത് ഒരു ലിറ്ററിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജോട് കൂടിയിട്ടാണ് CNG ഇറക്കിയിരിക്കുന്നത്. നമ്മൾക്ക് എമർജൻസി കേസിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എഞ്ചിൻ റൂമിൽ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഓയിലിൻ്റെ ഒരു കേജാണത്. അപ്പോൾ നമുക്കതിൽ ഓയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് നോക്കാൻ ഉപകരിക്കുന്നതാണ്. ഇതൊരു വൈപ്പർ ടാങ്കാണ് കേട്ടോ. നമുക്ക് വിൻഷീൽഡ് ഗ്ലാസ്സിൽ വൈപ്പർ സ്പ്രേ ചെയ്യാൻ ഉപകരിക്കുന്നത് ഈ ഒരു ടാങ്കിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇതാണ് റേഡിയേറ്റർ. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് റിസർവ് ടാങ്കാണ്. അപ്പോൾ ഇതിലാണ് നമ്മളിതിൽ കൂളൻ്റ് ഫില്ല് ചെയ്യണത്. അത് കമ്മിയുണ്ടോ നോക്കാനായിട്ട് അത് നമുക്ക് നോക്കി കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് ഇത് വരുന്നത് ഇതിൻ്റെ ബ്രേക്ക് ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ 2 മാർക്ക് കാണാം, ആവറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട്. അതിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം അതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മാരുതി ഇതുവരെ കൊടുക്കാത്തൊരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു നല്ലൊരു ഡിസൈനായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിലൊരൊറ്റ യൂണിറ്റിലാണ് ഇതെല്ലാം പാസ് ലൈറ്റ്, അതായത് ഹെഡ് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാം ഒരു യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു സർക്കിൾ ടൈപ്പിലാണ്. അതിൻ്റെ തൊട്ട് നമുക്ക് റൗണ്ട് ടൈപ്പിൽ കാണാം. അതിൻ്റെ ഒരു ബെസൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ അതും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ ഗ്രില്ലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ കളറോട് കൂടിയിട്ടുള്ളൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അത് സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഗ്രില്ല് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഗാർണിഷാണത്. ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഗ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഒരു ബോട്ടം സൈഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗാർണിഷ് കാണാം. ഒരു സിൽവർ കളറോട് കൂടിയിട്ടുള്ളൊരു ഗാർണിഷാണ്. ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന്. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല രസകരമായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് ബമ്പറിന്ന് തുടങ്ങി ആ ഒരു ഫെൻഡറും കവർ ചെയ്ത് അതങ്ങനെ തൊട്ട് താഴെ വന്ന് അണ്ടർ സൈഡ്, അതായത് ബോട്ടം സൈഡ് ഒരു സൈഡ് സിൽക്ക് ഗാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഡബിൾ കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കോട്ടിങ് കൂടി അതിലുണ്ട്. അത് നേരെ ബാക്കിൽ ആ ഒരു ടയറിൻ്റെ ആ ഒരു ആർച്ചിൽ കൂടെ വന്ന് ബാക്ക് ബമ്പറിൽ വന്ന് മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഡോറിൻ്റെ ഔട്ട് സൈഡായിട്ട് ഏകദേശം ഒരു ബോട്ടം സൈഡായിട്ട് ഒരു 4 ബീഡിയും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിലാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 165/70R14 ഇതിൻ്റെ ടയർ സൈസ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു അലേവിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അലേവിലാണ്. സൈഡ് ഇൻഡിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിററാണിത്. ഇതൊരു ഹോൾഡിങ് ടൈപ്പാണ് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ഉപകരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ കട്ട് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫെൻഡർ എന്നൊരു കട്ട് മാർക്ക് പോകുന്നുണ്ട്. അത് നേരെ ഫ്രണ്ട് ഡോറും കഴിഞ്ഞ് റിയർ ഡോറിൻ്റെ അവിടെ നിന്ന് തിരിയൊന്ന് ബെൻഡ് ചെയ്ത് നേരെ
ആ ഒരു ടൈൽ ലാമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. റിയർ സൈഡ് ഫില്ലറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഗാർണിഷ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് സൈഡ് വെതർഷിപ്പ് ഡോർ ബീഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ റെയിൻ ഗാർഡ് ഒരു ബ്ലാക്ക് കളറുള്ളൊരു റെയിൻ ഗാർഡ് കൂടിയാണ് ഫ്രണ്ട് ഡോറും റിയർ ഡോറും ഓരോന്നും വിധം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻറ്റിനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ആൻറ്റിനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇത്തിരി ലോങ് വ്യൂ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിനെ കാണാനായിട്ട്. അതായത് 2 കട്ട് മാർക്കാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് സൈഡിൽ. അതായത് ബോട്ടം സൈഡും അതായത് ഡോറിൻ്റെ ടോപ്പ് സൈഡും 2 കട്ട് മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്ക് സൈഡൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ തന്നെയാണ് അതിൻ്റെ എംബ്ലം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വാഗണർന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇതും കൂടി നമുക്ക് കാണാം. റിയർ ഡോറിൽ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മേലെ കാണുന്നതാണ് വൈപ്പർ സ്പെയറുടെ ഒരു നോബാണ് അത് കാണുന്നത്. അതേപോലെ തന്നെ ഇതിനൊരു സ്പോയിലറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്സറീസ് ആയിട്ട് അഡീഷണലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ബോട്ടം സൈഡിലേക്ക് വന്നതിന് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, റെഡ് കളറായിട്ടുള്ളൊരു റിഫ്ലക്ടർ. അതേപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഏറ്റവും ബോട്ടം സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ബമ്പറിലൊരു ഗാർണിഷ് കാണാം. അത് ഫ്രണ്ട് ബമ്പറിൽ കണ്ട അതേ കളറിൽ തന്നെയാണ്, ഇത് സിൽവർ കളർ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു ബ്ലാക്ക് കളറിലായിട്ടുള്ളൊരു ലൈനും കൂടെ പോകുന്നുണ്ട്. ഈ കാണുന്നത് റിവേഴ്സ് സെൻസറാണ്. 2 സെൻസറാണ് കേട്ടോ റിയർ ബമ്പറിൽ വരിക. ഇതൊരു ക്യാമറയാണ്, റിവേഴ്സിൻ്റെ ക്യാമറ. ടൈലാമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഫില്ലർ ടോപ്പ് മുതൽ ബമ്പർ വരെ നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ ഒരു ടൈലാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ ഉൾവശം ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല വിശാലമായിട്ടുള്ളൊരു പാർസൽ ട്രേ ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 341 ലിറ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റ് നമ്മൾ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സ്പെയർ വീല്, അതിന് സ്പെയർ അഴിക്കാൻ പറ്റുന്ന ടൂൾസ് അതിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രാവലിംഗ് ബാഗുകളൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റുന്ന നല്ല സ്പേസ് എന്തായാലും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇത് ഹോൾഡ് ചെയ്യാനുള്ള, സീറ്റ് ഹോൾഡ് ചെയ്യാനുള്ള നോബാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല സ്പേസാണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫ്രണ്ടേജ് ഉൾവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ബ്ലാക്ക് കളർ ഡോർ പാഡാണ് കേട്ടോ അതിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ പവർ വിൻഡോ സ്വിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 4 വിൻഡോവും പവർ വിൻഡോ ആണ്. അത് ലോക്ക് അൺലോക്കാണ് ഈ 2 സ്വിച്ച് കാണുന്നത്. അത് മിറർ ഹോൾഡിങ്ങിൻ്റെ സ്വിച്ചാണ്. മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പാകത്തിനുള്ളൊരു സ്വിച്ചും കൂടി അതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉൾവശത്ത് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്കാണ് ഇതിൽ കാണുന്നത്. എൻ്റെ സീറ്റ് അടിച്ചിരിക്കുന്നതും ബ്ലാക്ക് അടിച്ചിരിക്കുന്നു കേട്ടോ. സാധാരണ വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിനും ഒരു സ്പീക്കർ ആ ഒരു ഡോർ പാഡിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറേ കാണുന്നതാണ് 1 ലിറ്റർ വെള്ളം വെക്കാൻ പാകത്തിന് നമുക്കൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡയറി ബുക്കുകൾ വെക്കാനായിട്ടുള്ളൊരു സ്പേസും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി സ്പെയർ വീല് വെക്കുന്നത് ഈ ഡ്രൈവർ സൈഡിൻ്റെ താഴെയാണ് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ സ്ഥാനം. അതേപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവറാണ് കേട്ടോ അത്. ഇതിന് ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ കളറായിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് നൽകിയിരിക്കുന്നത്. ഒരു ക്രീം കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറുമായിട്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കാണുന്നതാണ് എയർ ബാഗ്. ഈ ഒരു വാഹനത്തിൻ്റെ 2 എയർ ബാഗാണ്. ഒരെണ്ണം പാസഞ്ചർ സൈഡ് ഒരു എയർ ബാഗ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം സ്റ്റിയറിംഗ് വീലിലെ ആ ഹോൺ പേഡിലാണ് പിന്നെ ഒരു എയർ ബാഗ് നൽകിയിരിക്കണം. മൊത്തം 2 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാം ചെറിയൊരു ഗ്ലോ ബോക്സാണ്. അത്യാവശ്യം RC ബുക്ക് വെക്കാൻ പാകത്തിനുള്ളൊരു ചെറിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണത്. സ്മാർട്ട് പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്മാർട്ട് പ്ലേ കാണാനായിട്ട്. അതായത് ഈ ഡാഷ് ബോർഡിൻ്റെ സെൻട്രലാണ് ഇത് വെച്ചിരിക്കുന്നത്. ആ സ്റ്റീരിയോ ഇങ്ങനെ ശരിക്കും ഉദിച്ച് വരുന്ന ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ അടക്കം ഇതിന് അവൈലബിൾ ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. റിവേഴ്സ് ക്യാമറ ഇടുന്ന സമയത്തും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിവേഴ്സ് ക്യാമറ എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ റിവേഴ്സ് ക്യാമറ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പാകത്തിനുള്ള ബട്ടൺസ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റീരിയോ. അതേമാതിരി നമ്മൾക്ക് ഓരോ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഇത് നമുക്ക് മോഡ് മാറ്റുന്നതിനും ആയിട്ടുള്ളതാണ്.
ഇതൊരു സെൻട്രൽ ലൈറ്റാണ് കേട്ടോ. ഈ ഒരു സ്റ്റീരിയൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു സെൻട്രൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് അതിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് അതിൻ്റെ തൊട്ട് താഴെയാണ് ഇതിൻ്റെ എ സിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് എ സിയുടെ കൂളിംഗ് ചെയ്യുന്നത്. നമുക്ക് ആ റെഡിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റ് ആവുന്നതായിരിക്കും. അതിൻ്റെ തൊട്ട് ഇപ്പുറേ കാണുന്നതാണ് എ സിയുടെ ഫാനാണത്. നമുക്ക് ആവശ്യാനുസരണം ഏത് സ്പീഡിലാണ് വെക്കേണ്ടത് ആ സ്പീഡിലേക്ക് വെക്കാം. ഇത് എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നീഡിലാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഏത് രീതിക്കാണോ വേണ്ടത് ആ രീതിയിലേക്ക് വെക്കാൻ പറ്റും. എല്ലാത്തിനും ഓരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എ സി ഓണോ ഓഫാണ്. ഫ്രഷ് എയർ വരാനുള്ള ഒരു വിൻഡോ ആണത്. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എയർ വരുന്നതായിരിക്കും. പിന്നെ അത് USB-യുടെ ഒരു പോർട്ടുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെ നമുക്ക് കാണാം ആക്സിൻ്റെ ഒരു പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മൊബൈൽ ചാർജ് വെക്കാൻ പറ്റുന്ന 12 വോൾട്ടിൻ്റെ ഒരു പോർട്ടും കൂടെ നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം SRS എയർ ബാഗിൻ്റെ ഒരു യൂണിറ്റാണത്. അതിൽ തന്നെയാണ് ഹോണും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വോയിസ് കൺട്രോൾ വിത്ത് ബ്ലൂടൂത്താണ്. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരൊറ്റ ലാമ്പ് മാത്രമേ ഇതിന് നൽകിയിട്ടുള്ളൂ. നമുക്ക് ആവശ്യാനുസരണം ഓണും ഓഫും നൽകാം. അതുപോലെ തന്നെ ഇതിൻ്റെ മിററും സെൻട്രൽ മിററും കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് മാനുവൽ ടൈപ്പ് തന്നെയാണ്. സൺ ഗാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാം ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു പാസഞ്ചർ സൈഡ് മാത്രമേ ആ മിറർ കൊടുത്തിട്ടുള്ളൂ. ഗിയർ ലിവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മാരുതി വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നത്. കൺസോൾ ബോക്സ് ഒരു സിമ്പിൾ രീതിയിലാണ് കേട്ടോ അതിനെ നൽകിയിരിക്കുന്നത്. ഒരു കീ വെക്കാൻ പാകത്തിന് മാത്രമേ അത് ഉപകാരപ്പെടുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് മിറർ സ്വിച്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതൊരു ഹോൾഡിംഗ് ടൈപ്പ് സൈഡ് മിററാണ്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു സ്വിച്ചിൽ അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ആകും. അതിലൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്. ആ മിറർ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ആ ചെറിയ നോബ് കാണുന്നില്ല, റൗണ്ടിൽ ടൈപ്പിൽ കാണുന്നില്ല. നമുക്ക് ഏത് വശത്തേക്കാണോ തിരിയേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് ഒന്ന് നെക്കി പിടിക്കണം. പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതായിരിക്കും. ഇതൊരു ESP-യുടെ ഒരു സ്വിച്ചാണ് കേട്ടോ. അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം. ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇഗ്നിഷൻ ഓണോ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. അതായത് ESP ഓഫ് എന്നുള്ളൊരു സ്വിച്ചാണത് കാണുന്നത്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാൻ ഉപകരിക്കുന്നതായിരിക്കും. ഇത് നമ്മൾക്ക് AGS ഓഫ് ചെയ്യേണ്ട ഒരു സ്വിച്ചാണ്. അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AGS സ്വിച്ച് ഓഫ് ആവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ചാണ്. നമുക്ക് ആവശ്യാനുസരണം ഹെഡ്ലൈറ്റ് ഫോക്കസിങ് ചെയ്യുന്നതിൻ്റെ ഒരു സ്വിച്ചാണ്. 1 2 3 4 5 സെക്ഷനായിട്ട് നമ്മൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതൊരു ബോണറ്റ് ഓപ്പണറാണ്. ഇത് ഡ്രൈവർ സൈഡ് ആണ്. ഡാഷ്ബോർഡിൻ്റെ തൊട്ട് താഴെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് ഡോറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോർ പാഡ് നമ്മൾക്ക് കാണാം ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. നല്ല സിമ്പിൾ ടൈപ്പിലാണ് കേട്ടോ ഇതും നൽകിയിരിക്കുന്നത്. ആ സ്വിച്ചിൻ്റെ ആ ഒരു റൗണ്ട് ടൈപ്പിൽ ഒരു പ്രത്യേക തരം ഒരു കളറോട് കൂടിയിട്ടുള്ളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പീക്കറും കൂടെ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം വയ്ക്കാൻ പാകത്തിന് ഒരു സ്പേസും കൂടെ അവിടെ നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏകദേശമുള്ള ഉൾവശവും നമ്മൾ പുറവശം എല്ലാം പരിചയപ്പെട്ടു. ഇനി എന്തായാലും ഈ ഒരു വാഹനം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച ശേഷം ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾക്കറിയാം. ഈ വാഹനം നമുക്ക് ആദ്യമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സ്മൂത്താട്ടോ. അതായത് ഭയങ്കര സ്മൂത്താണ് ഇഞ്ചൻ. നമുക്ക് സ്റ്റാർട്ടാണെന്ന് പോലും അറിയില്ല. അതായത് നല്ല ഇത്തിരി തിരക്കുള്ള സിറ്റികളിലോ ട്രാഫിക്കിലോ ഒക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഞ്ചൻ സ്റ്റാർട്ടാണെന്ന് പോലും അറിയില്ല. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്ത് കണ്ടീഷനാണ് നമുക്കൊന്ന് അറിയണ്ടേ. ഗിയറും നല്ല സ്മൂത്താട്ടോ. ഈ ഒരു ഓരോ ഗിയർ ഇടുമ്പോഴും നല്ല സ്മൂത്തായിട്ടാണ് ഗിയറുകൾ വീണത്. അതേപോലെ തന്നെ ഇത് നമ്മളൊരു 1200 cc ഓട്ടിക്കുന്നതിൻ്റെ ഒരു പവർ കൂടെ കാണുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, അതായത് കാല് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അതായത് സ്റ്റാർട്ടറിൽ പിക്കപ്പ് എന്ന് പറയാൻ നമ്മൾക്ക് അത്യാവശ്യം നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വാഹനം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം ഒരു 4-5 പേര് ഇരുന്നിട്ട് നമ്മൾ ആക്സിലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പുള്ളിങ് കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു 1200 cc.
എന്തായാലും പെർഫോമൻസും നല്ല പെർഫോമൻസാണ്. അതേപോലെ തന്നെ മൈലേജും നല്ല മൈലേജ് തന്നെയാണ് കമ്പനി പറയുന്നത്. ഏകദേശമുള്ള കസ്റ്റമേഴ്സ് നമ്മൾ കണ്ടോ, അതാ ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടിച്ച് ഏകദേശമുള്ള മൈലേജാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി കാണുന്ന മൈലേജാണ് 24.9 നമുക്കിപ്പോൾ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഏകദേശം എന്തായാലും ഒരു 20ൻ്റെ മേലെ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന് മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ഹൈവേ ടു ഹൈവേ മാത്രം ഓടിക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 22ന് മേലെ എന്തായാലും ഈ ഒരു വാഹനത്തിന് മൈലേജ് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. മാനുവൽ ടൈപ്പിലും ഓട്ടോമാറ്റിക് ടൈപ്പിലും ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് വരുന്നത് 113 Nm ആണ് ഇതിൻ്റെ ടോർക്ക് പറയുന്നത്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 88.5 bhp ആണ്. ഇതിൻ്റെ CC പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം, 1197 CCൻ്റെ ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനം നമുക്ക് പെട്രോളും CNGയിലും അവൈലബിൾ ആണ് കേട്ടോ. 11 മോഡൽ പ്രൈസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഏറ്റവും ലോ പ്രൈസ് എന്ന് പറയുന്നതും മോഡൽ എന്ന് പറയുന്നതും വാഗണർ LXi ആണ്. ഏകദേശം 5,54,500 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് മോഡലും എന്ന് പറയുന്നത് വാഗണർ ZXi പ്ലസ് AGS ഡുവൽ കളറാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,32,500 രൂപയാണ് കേട്ടോ. ഇതൊരു എക്സ് ഷോറൂം പ്രൈസാണ്. ഈ വാഹനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദീകരിച്ച് പറയുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.